ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിപ്പോൾ പുന്നപ്ര ശാന്തി ഭവനിൽ ആരൂരിലാണ് തെരുവിൽ അലിഞ്ഞു നടക്കുന്ന മനുഷ്യകളെ നോക്കുന്ന ആശ്രമത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിലൊക്കെ സുമാരക്കുറുപ്പിനെ കുറിച്ച് ഒത്തിരി വാർത്തകൾ വരിക, പല ഇൻ്റർവ്യൂയും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ആലോചിക്കുകയാണ്, യേശു അപ്പൻ്റെ അനുഗ്രഹങ്ങൾ എന്നിൽ ധാരാളമുണ്ട്. കാരണം യേശു എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, പ്ലാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഞാൻ പോകാത്ത മേഖലകളില്ല, പോകാത്ത മേഖലകൾ ചുരുക്കമാണ്. ഞാനിവിടുന്ന് 12 കൊല്ലോളം ജയിലിൽ കിടന്ന മനുഷ്യനാണ്. അതിൻ്റെ ഇറച്ചിക്കട നടത്തി, മീൻ കച്ചവടം നടത്തി, തെരുവിൽ തെണ്ടാൻ നടന്നിട്ടുണ്ട്. ഇതെല്ലാം വള്ളത്തെ പോയിട്ടുണ്ട്, കൂലിപ്പണി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞാൽ ദൈവം കൊണ്ടുവന്നു. അപ്പോൾ ഇറച്ചിക്കട നടത്തുന്ന സമയത്താണ് ഈ സുമാരക്കുറുപ്പിന്, സുമാരക്കുറുപ്പിൻ്റെ അടുത്തൊരു വീടുണ്ടായിരുന്നു. അത് പ്രസന്ന എന്നാണ് ആ വീട് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ പ്രസന്നയും ഈ സുമാരക്കുറുപ്പുമായിട്ട് ഇച്ചിരി അടുപ്പമുണ്ടെന്ന് അവിടെ 1-2 കൂട്ടുകാരെനിക്ക് പരിചയമുള്ളവർ പറഞ്ഞു. അപ്പോൾ അവിടെ വീടൊന്നുമില്ല. ഈ സുമാരക്കുറുപ്പ് വീട് വെക്കുന്നു, മറ്റൊരു വീട്ടിലാണ് ഈ പ്രസന്ന എന്ന് പറഞ്ഞൊരു പെണ്ണ് താമസിക്കുന്നത്. ഔദ്യ ബന്ധം ഉണ്ടായില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പാവപ്പെട്ടൊരു പെണ്ണും ഒരു പെങ്കൊച്ചുമായിട്ട് ജീവിക്കുമ്പോൾ, ഒരു 5 വയസ്സുള്ളൊരു കുഞ്ഞുമായിട്ട് ജീവിക്കുമ്പോൾ അവരെ സഹായിക്കുവാനായിട്ട് സുമാരക്കുറുപ്പ് പോയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഇയാൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പം അവിടെ പോയി അടിയുണ്ടായല്ലോ. 1-2 വെട്ടിയും കുത്തിയൊക്കെ ചെയ്ത് അവിടെ നിറച്ച് ചോര പ്രശ്നമായി. ഈ പ്രസന്നയുടെ വീടിൻ്റെ പരിസരത്ത് അടി നടന്നത്, സുമാരക്കുറുപ്പിൻ്റെ വീടിൻ്റെ അടുത്ത്. അപ്പോൾ ഞാനുണ്ട്, വലിയളം കുഞ്ഞുണ്ട്, ഇറച്ചിപ്പുരുഷനുണ്ട്, സത്യനുണ്ട്, അങ്ങനെ പല കൂട്ടുകാരും ഉണ്ട്. അഷറപ്പുണ്ട്, ചെറുക്കപ്പനുണ്ട്, മാത്തീസുണ്ട്. ഞങ്ങൾ 3-4 പേരും കൂടി അവിടെ ചെന്ന് അടിയുണ്ടാക്കി പ്രശ്നമുണ്ടായി. പ്രശ്നം കഴിഞ്ഞപ്പം സുമാരക്കുറുപ്പ് അവിടെ ഒരു ഹോട്ടൽ ഉടമേനാണ് വെട്ടിയത്. അമ്പലപ്പുഴയുള്ള അനിൽ ഹോട്ടലിൻ്റെ ഉടമയാണ് വെട്ടിയത്. ഇപ്പോഴും ഹോട്ടലുണ്ട് അവിടെ, അനിൽ ഹോട്ടൽ അമ്പലപ്പുഴ. അവർ മുതലാളിൻ്റെ മറ്റുള്ളവരെയാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ പിറ്റേ ദിവസം പുള്ളി, അപ്പോൾ അന്ന് മാന്യനാണ്, പുള്ളി ഒരുപാട് ആൾക്കാരെയൊക്കെ സഹായിക്കും, നാട്ടുകാർക്ക് പ്രിയങ്കരനാണ് സുമാരക്കുറുപ്പ്. അങ്ങനെ ഇരുന്ന കാലഘട്ടങ്ങളിലാണ് ഞാനവിടെ ചെന്ന് പ്രശ്നമുണ്ടാക്കി പോന്നു കഴിഞ്ഞതിന് ശേഷം പുന്നപ്ര 2 പോലീസുകാർ എന്നെ അന്വേഷിച്ച് വന്നു. ഒരു സാമ്പാർ കോയ എന്ന് പറഞ്ഞ പോലീസുകാരനും സത്യനേശൻ എന്ന് പറയുന്ന പോലീസുകാരനുമാണ് എന്നെ അന്വേഷിച്ച് വന്നത്. പറഞ്ഞ് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നീ ഇന്നലെ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ കിഴക്ക് വശത്ത് അവിടെ ഒരു പ്രസന്ന എന്നും പറഞ്ഞൊരു പെണ്ണ് താമസിക്കുന്നുണ്ട്, അവിടെ പോയി കുത്തുപെട്ടുണ്ടാക്കിയെന്നും പറഞ്ഞ് അയൽവാസികൾ പരാതി വന്നെന്ന് പറഞ്ഞു. അപ്പോൾ പരാതി വായിച്ചപ്പം പരാതി എഴുതി കൊടുത്തിരിക്കുന്നത് സുമാരക്കുറുപ്പ് എഴുതി കൊടുത്തിരിക്കുന്ന പരാതിയാണ് ഞാൻ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുമാരക്കുറുപ്പ് ഉൾപ്പെടെ അവിടെ പരിസരവാസികൾ ഒരു 5-6 പേര് ഒപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് നിന്നെ വന്നില്ല, അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞാൽ വന്നത്. അപ്പോൾ SI അവിടെ ഇരിക്കുന്ന SI ഞാനുമായിട്ടൊക്കെ വലിയ പരിചയവും, ഒന്നിച്ച് മദ്യപിക്കുകയും എന്നെ സഹായിക്കുകയും ഞാൻ SIനെ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പല കേസ് അതൊക്കെ പറയാൻ പോയെന്ന് ഒരു ദിവസം പോരാ. SI ഒന്നിച്ചും പറഞ്ഞ് അങ്ങനെ എനിക്ക് ജാമ്യം കിട്ടി, പൊക്കോളാൻ പറഞ്ഞ്, മേലിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഈ കേസിനെ പറ്റി വിളിപ്പിച്ചിട്ട് പുള്ളി, ഞാൻ കാണുന്നില്ല, അപ്പോൾ ഇയാളെന്ന് ഞാൻ കാണുന്നില്ല, സുമാരക്കുറുപ്പിനെ കാണാൻ ഇടവന്നില്ല. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പുള്ളിയോട് പറഞ്ഞ് മേലിൽ ഉണ്ടാകത്തില്ലെന്നും പറഞ്ഞ് പരാതി പിൻവലിച്ച് അവർ ഒപ്പിട്ട് വരുത്തതെന്നും പറഞ്ഞ് പുള്ളിയെ ബോധ്യപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ പോന്നു കഴിഞ്ഞിട്ട് ഇറച്ചി കച്ചവടമുണ്ട്, എൻ്റെ കടയിൽ 3-4 പേര് നിൽപ്പുണ്ട്. ആ സമയത്ത് ഒരു ദിവസം ഞായറാഴ്ചയാണ് തോന്നുന്നു, വന്ന് 84 തോന്നുന്നു,
അവിടെ വന്നിട്ട് എൻ്റെ കടയിൽ വന്നിട്ട് ആൽബിനിക്ക് വരാൻ പറയുമെന്ന് പറഞ്ഞപ്പം ഇറച്ചിക്ക് വന്നെന്നും പറഞ്ഞ് ആൽബിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞ് ആൽബിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കടയിൽ നിൽക്കുന്ന പുരുഷൻ, വേറെ ഒന്ന് രവി, ബാബു, ഇവരൊക്കെ വലിയ തടിതണ്ടന്മാരാണ്. അപ്പോൾ അവർ ചെന്നപ്പം കണ്ടപ്പോൾ ആൽബിനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനാണ് ആൽബിൻ. എന്നിട്ട് പുള്ളിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇറച്ചിപ്പുരുഷൻ പറഞ്ഞ് എന്താ കാര്യം എന്ന് വെച്ച് പറഞ്ഞ് അവനോട് പറഞ്ഞൊരു കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇറച്ചിപ്പുരുഷൻ വന്നിട്ട് പറഞ്ഞ് അവരൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആൽബിനെ ഒരു കൊട്ടേഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് കൊട്ടേഷനൊക്കെ പിടിക്കും. കാരണം അന്ന് ദൈവമില്ലെന്നോ, ക്രിസ്ത്യാനിയാണെങ്കിൽ പള്ളി പോകത്തില്ല, മേരിയും മക്കളൊക്കെ പള്ളിയിൽ പോവും, അവളുടെ പ്രാർത്ഥനയെ കൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. പള്ളിയിൽ പോകണമെന്ന് എനിക്ക് എതിർപ്പൊന്നുമില്ല, പക്ഷേ ഞാൻ പോകത്തില്ല. ക്രിസ്ത്യാനിയാണെങ്കിൽ കുമ്പസാരോ കുർബാനോ ഒന്നുമില്ല ആ സമയങ്ങളിൽ. അപ്പോഴേക്കും ഒരു കൊട്ടേഷൻ വന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ വീടൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പുള്ളി പോയി. രാത്രിയായപ്പം പുള്ളി ഒരാളും കൂടെ വീട്ടിലേക്ക് വന്നു. കാറ്, എൻ്റെ വീടിൻ്റെ പറ്റത്തിൻ്റെ കാറ് വരും. അന്ന് വന്നൊരു എംബാസഡർ വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ വണ്ടി എനിക്ക് ഓർക്കുന്നില്ല. അന്ന് വന്നൊരു എംബാസഡർ വണ്ടിയാണെന്ന് തോന്നുന്നു. ഇത് പറഞ്ഞ് ഇങ്ങനെ ഒരു ആൽബിനെ കണ്ട് ഞങ്ങൾ ഒരു കാര്യം സാധിച്ചു തരണം, എനിക്ക് വിദേശത്തൊരു ഇൻഷുറൻസ് ഉണ്ട്, ഇൻഷുറൻസിന് വേണ്ടിയിട്ട് അത് ഒരാളെ മരിച്ചതായിട്ട് വരുത്തണം. അപ്പം ഞാൻ മരിച്ചതായിട്ട് വരുത്തിയാലേ എനിക്ക് കാശ് കിട്ടുകയുള്ളൂ, ഇൻഷുറൻസ് കിട്ടുള്ളൂ, അത് ആൽബിനും സഹായിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് വലിയൊരു സംഭവമാണല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നാളെ പറയാം, ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് അന്ന് രാത്രി എന്താ സംസാരിച്ചേ? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൽബിനോട് പറഞ്ഞു ഒരു ബോഡി സംഘടിപ്പിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. ബോഡി സംഘടിപ്പിച്ച് കൊടുക്കാം, ബോഡി കൊടുക്കാമെന്ന് നാട്ടിൽ നമുക്ക് പരിചയമുള്ളവരുണ്ട്. അപ്പം അങ്ങനെ സംഘടിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അന്ന് 25,000 രൂപ റൈറ്റ് പറഞ്ഞു. നിങ്ങൾ തമ്മിൽ ഡിസ്കഷൻ ശേഷമാണോ 25,000 രൂപ തീരുമാനിക്കുന്നത്? അതെ, 25,000 രൂപ ആയിരുന്നു. ഈ പുരുഷൻ ചേട്ടൻ ആൽബിൻ ചേട്ടന് മാത്രം ഉള്ളായിരുന്നു ആ ടീമിലന്ന്? അല്ല, വേറെ കൂട്ടുകാരുണ്ട്, കുഞ്ഞുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ 25,000 രൂപ മേടിച്ചു. 10,000 രൂപയാണ് ഞങ്ങൾ ആലോചിച്ച പറഞ്ഞത് നമുക്ക് ചുടുകാട്ടിൽ നിന്നൊരു ശവം, ഞാൻ മദ്യവെച്ച് കഴിയുമ്പോൾ വീട്ടിലും നാട്ടിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ പോലീസ് എപ്പോഴും അന്വേഷിച്ചിരിക്കണം. ഒന്നിൻ്റെ പുറകെ ഒരു കേസാണ്, 105ഓളം കേസിൽ പ്രതിയാണ്, കൊലക്കേസ് ഉൾപ്പെടെ. അപ്പോൾ ഒളിവിൽ കഴിഞ്ഞ സമയത്ത് ഞാൻ മിക്കവാറും കിടക്കുന്നത് ചുടുകാട്ടിൽ പോയി കിടക്കും. ചുടുകാട്ടി മാടനുണ്ട്, കുഞ്ഞുവനെന്ന് പറയുന്ന മാടൻ്റെ കൂടെ കിടക്കും. അവൻ മദ്യമൊക്കെ ഞങ്ങൾ കഴിക്കും, അവിടെ കിടന്ന് തുറക്കും, വെളുപ്പിന് എഴുന്നേറ്റ് പോകും. അങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ആൽബി എഴുന്നേക്കുന്നേ, ഷാപ്പ് അടയ്ക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പോയി മിനുങ്ങാം. ഞാനില്ല, നിങ്ങൾ വയ്ക്കും. നിന്നെ ഒറ്റയ്ക്കാക്കിട്ടോ, അത് ഇങ്ങനൊരു സന്ദർഭത്തിൽ? എന്താണ് വിഷമമെന്ന് ഞങ്ങളോട് പറ. എന്താ വിഷമം? കെട്ടികളുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യം ഓർത്തിട്ടാവല്ലേ? ഏയ്, അതൊന്നുമല്ല. ഈ നാട്ടിൽ ഞാനാകെ ഒറ്റപ്പെട്ടതുപോലെ, ഒരു തെമ്മാടിയെ നോക്കുന്ന പോലെയാ എല്ലാവരും എന്നെ നോക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, അവിടെ കൊണ്ടുവന്ന് കുഴിച്ച് കുഴിയിലിടുന്നവരുണ്ട്, ദഹിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു ശവം അവിടെ നിന്ന് എടുത്ത് കൊടുക്കാം എന്ന് പുള്ളിയെ സമ്മതിപ്പിച്ച്. അപ്പോൾ ആർക്കും കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ആലോചന വെച്ച് ഞാനും പുരുഷനും കുഞ്ഞുവാനും കൂടെ ആലോചിച്ചിട്ട് പുള്ളിയുടെ ഭണ്ഡാരത്തിൽ ഞങ്ങൾ പോവുകയായിരുന്നു. ഭണ്ഡാരം വീട് പണിയണമായിട്ട് ചെന്നു. പുള്ളി അവിടെ തന്നെ ഉണ്ടായിരുന്നു. പുള്ളി അപ്പോൾ അവിടെയല്ല താമസിക്കുന്നത്, വേറെ അടുത്തൊരു ഷെഡ് പോലെ വെച്ച് താമസിക്കുക. അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങളുടെ കാര്യം എന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇത്തിരി പൈസ വേണം. എത്ര രൂപ വേണം? ഞാൻ 1 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അതൊന്നും തരാൻ പറ്റിയല്ല. പിന്നെ എത്രയാണ്? നിങ്ങളൊരു ശവം സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ വണ്ടിയിലിട്ട് കത്തിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന പോലെ ചുടുകാട്ടിലില്ലെങ്കിൽ ചുമത്തേരിയിൽ നിന്ന് എടുത്തു തരാം, താമസം വേണമെന്ന് പറഞ്ഞു. അത് അപ്പം അറിയിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പോകുന്നു. കഴിഞ്ഞു ഒരു 2-3-4 ദിവസം കഴിഞ്ഞു. വീണ്ടും ഞങ്ങളെ തേടി വന്നു. തേടി വരുന്ന എൻ്റെ ഇറച്ചിക്കടയിലേക്കാണ് വന്നത്. അന്ന് എന്നെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിച്ചു. പറഞ്ഞ് 10,000 രൂപ ഇപ്പോൾ തരാം, ബാക്കി പരിപാടി കഴിഞ്ഞതിന് ശേഷം 15,000 രൂപ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ച് ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ ഇട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇപ്പോഴത്തെ വലിയ സംഭവമാണ്, അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് ചെയ്യാനുള്ളത്
ഇയാൾക്കിട്ട് 2 അടിയും കൊടുത്ത് ആ 15,000 രൂപ മേടിച്ച് കൊടുത്ത് നല്ല അടിയും കൊടുത്ത് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം വേറെ ഷാപ്പ് ഉടമയെ തല്ലാനായിട്ട് കൊണ്ടുപോയിട്ട് ഞാൻ ചെന്നപ്പം ഞങ്ങളുടെ പാർട്ടിക്കാരെ തന്നെ ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുന്നു. പാർട്ടിക്കാരെ തല്ലാനായിട്ട് ഉടമ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ മുതലായിട്ട് പറഞ്ഞ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടിയായിട്ട് കയറ്റിക്കൊണ്ടുവന്ന് പറവൊരു അടിയും കൊടുത്ത് തുണിയില്ലാതെ വിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് തോട്ടപ്പള്ളിയിൽ ഒരു ഷാപ്പുകാരന്. അപ്പോൾ അതുപോലെ ഈ പുള്ളിനെ ചെയ്യാമെന്നും പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് കേസിൻ്റെ പുറത്ത് കേസും ഭയവും ഇല്ല ഒന്നുമില്ല നടക്കുകയാണ്. അപ്പോൾ പുള്ളി വരുമ്പോൾ ഞങ്ങൾ വിചാരിച്ച് പുള്ളിക്ക് 2 അടിയും കൊടുത്ത് വിടാനെന്നും പറഞ്ഞ് പ്ലാൻ ചെയ്തൊക്കെ പിരിഞ്ഞു പൈസ ആയിട്ട് വന്നു. അപ്പോൾ ഇതിനേക്കാൾ വലിയൊരു കൊട്ടേഷൻ കള്ളിക്കാട് ഒരു ബോട്ട് ഉടമ വിളിച്ചിട്ട് ഞങ്ങൾ 21 പേര് കടലിൽ വള്ളക്കാരുമായിട്ട് പ്രശ്നത്തിൽ കിടക്കുകയാണ്. മദ്യത്തിൻ്റെ പുറത്ത് മറന്നും പോയി. അങ്ങനെ പോയ അന്ന് രാത്രി വീട്ടിൽ വന്നപ്പം മേരി പറഞ്ഞ് ഭാര്യയോട് ചോദിച്ചു, ആൽബിൻ എന്തെന്ന് ചോദിച്ചു. ആൽബിനുമൊക്കെ പോയിട്ട് രാവിലെ പോയി ഇതുവരെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. എപ്പോൾ വരുമെന്ന് അറിയാമെന്ന് ചോദിച്ചു. അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ തീരുമാനിച്ച പ്രകാരം ഞങ്ങൾ പറഞ്ഞ് സംഗതി ശരിയാക്കി തരാം, ഉറപ്പായിട്ടും അന്ന് ശവം തരാമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു എൻ്റെ കേസിന് പലരും ഒറ്റിക്കൊടുക്കുന്ന ഒരാളുണ്ട്. അയാളാണ് വീടുമില്ല കൂടുമില്ലാണ്ട് ഒറ്റിക്കൊടുക്കാൻ നടക്കുന്ന ആളാണ്. അയാളുടെ പേര് ബിഷപ്പൻ എന്നാണ്. അയാളെ ശരിയാക്കി ഞങ്ങൾ വണ്ടിയിലിട്ട് തരാം, സാറിൻ്റെ പൊക്കവും വലിപ്പമൊക്കെ വരും എന്നും പറഞ്ഞുകൊണ്ടാണ് പിരിഞ്ഞതെന്നാണ്. ഞങ്ങൾ രാവിലെ വരുമ്പോൾ മേരി പറയുന്നത് ഇന്നലെ രാത്രി വന്നിട്ട് പോയി. ആ സംഭവം അന്നാണ് വീട്ടിൽ എന്നെ തേടി വന്നിട്ട് കാണാണ്ട് പോയപ്പോഴാണ് ഒരു 12 മണിയായി കാണും. പോണ വഴിക്കാണ് ഈ സംഭവം നടന്നത്, ഈ കൊലപാതകം നടന്നത്. അപ്പോൾ അതുകൊണ്ട് അന്ന് അത് കഴിഞ്ഞതിന് പിറ്റേ ദിവസം പത്രത്തിലും മറ്റു കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കറിയാം എന്താ ഇത് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന വേണ്ടി ദൈവം കാത്തു, കർത്താവ് കാത്തെന്ന് വേണം പറയാൻ. അതുകൊണ്ട് എൻ്റെ ഒരുപാട് അപകടങ്ങളിൽ നിന്നും ഒരുപാട് എന്നെ കൊണ്ടുപോയി വിഷം തന്ന് കൊല്ലാൻ നോക്കി. അവിടെ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. എന്നെ കൊല്ലാനും വെട്ടാനും കുത്താനൊക്കെ പലരും ശ്രമിച്ചു. കുതിയരം പോലെ മുറിച്ച് കളഞ്ഞ അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പം 70 വയസ്സുണ്ട്. 10/11/51 ഞാൻ തങ്കിപ്പള്ളിയിലാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. അപ്പോൾ 70 വയസ്സായ ഇന്ന് എനിക്ക് ഈ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയും പറയാനായിട്ടാണെങ്കിൽ ഇതുപോലത്തെ 100 കാര്യങ്ങൾ എനിക്കുണ്ട്. 12 കൊല്ലം ജയിൽ ജീവിതം കഴിഞ്ഞ് ജയിലിൽ പോകുമ്പോൾ എൻ്റെ കൈയും കാലും തല്ലി ഓടിച്ച് രോഗിയായി വീട്ടിൽ കിടക്കുന്ന സമയത്ത് കാർമൽ സിസ്റ്ററും ആനിസ് കറിയായും കൂടെ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആർക്കും വേണ്ടാതെ വീട്ടിൽ കിടക്കുമ്പോൾ. പക്ഷേ എനിക്കൊരു സന്ദേശം പറയാനുള്ളത്, അച്ഛനൊന്ന് പ്രാർത്ഥിക്കു വെച്ചോ. ഞാൻ അറിഞ്ഞിട്ട് തന്നെ വന്നതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതുവരെ ഓർമ്മ പോലും വന്നിട്ടില്ല അച്ഛോ. എല്ലാം ശരിയാവും. മാതാവിനോട് എന്നും പ്രാർത്ഥിക്കണം. ആൽബിന് ബോധം തെളിയുമ്പോൾ ഞാൻ ഇവിടെ വന്ന് കുമ്പസരിപ്പിച്ചോളാം. നമുക്ക് പ്രാർത്ഥിക്കാം. ആരോഗ്യമുള്ളപ്പോൾ ആളുണ്ടാവും, ആരോഗ്യം ഇല്ലെങ്കിൽ കാലിനും വേണമെന്ന് തോന്നിപ്പോകും. കാരണം ഞാൻ കൈയും കാലും തല്ലി ഓടിച്ച് എനിക്ക് കൂട്ടുകാരുണ്ടായിരുന്നു, പാർട്ടിക്കാരുണ്ടായിരുന്നു, വലിയ വലിയ മുതലാളിമാരുണ്ടായിരുന്നു. ഈ മുതലാളി തന്നെയല്ല, ഒത്തിരി മുതലാളിമാരൊക്കെ എന്നെ സഹായിക്കുമായിരുന്നു പല കാര്യത്തിനും. കള്ളനോട്ട് കേസ് പ്രതിയായിട്ടുണ്ട്. SIനെ വീട് കയറി വെട്ടി ചോര ചാരായത്തിൽ ഒഴിച്ച് അതിന് കേസ് പ്രതിയായിട്ടുണ്ട്. ഒരാളെ കുത്തിയിട്ട് ചോര ചാരായത്തിൽ ഒഴിച്ച് കുടിച്ച് പൊടിയിടുന്ന് പറഞ്ഞ് അങ്ങനെ എത്രയോ കേസുകൾ. അവിടെ നിന്നൊക്കെ എൻ്റെ ദൈവം എന്നെ കാത്തു പരിപാലിച്ച് ഇത് ദൈവത്തിൻ്റെ യേശുവിൻ്റെ സാക്ഷിയായി മാറുവാൻ യേശു തമ്പുരാൻ അനുഗ്രഹിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരില്ല. ദൈവം എന്നെ കാക്കുന്നു, പരിപാലിക്കുന്നു. ഇന്ന് തെരുവോരങ്ങളിൽ കിടക്കുന്ന മക്കളുമായിട്ട് ഇവിടെ ജീവിക്കുന്നു, ആശ്രമത്തിൽ ജീവിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, വാളെടുക്കുന്നവൻ വാളാലേ, നന്മ ചെയ്യുന്നവന് നന്മയുണ്ടാവും. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നന്മ ചെയ്ത് ഞാൻ ഒരുപാട്
കൈയില്ലാത്ത കാലില്ലാത്തവരെ നഷ്ടപ്പെടുത്തിയ എനിക്ക് ഇന്ന് കൈകാലില്ലാത്തവരെയും കിടപ്പ് രോഗികളെയും കണ്ണിന് കാഴ്ചയില്ലാത്തവരെയും ആരുമില്ലാണ്ട് തെരുവിൽ കിടക്കുന്നവരെയും അപ്പച്ചനെയും അമ്മച്ചിയും തലയിൽ വെറുക്കപ്പെട്ടവരെ നോക്കുവാൻ ഒരു കാലത്ത് വെറുക്കപ്പെട്ട എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവ് ഈശോമിശിയുടെ അനുഗ്രഹവും അവൻ്റെ ശക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെങ്ങളെ ഞാൻ കളിയാക്കിയെന്ന് ആരോപിച്ചെന്ന് പറഞ്ഞു പോയി. സത്യത്തിൽ നിരപരാധിയാണ് ഞാൻ. അന്ന് ഈ മദ്യം കഴിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞ പറഞ്ഞാൽ എനിക്കറിയാൻ മേലായിരുന്നു. എന്നെ വന്ന് വെട്ടി. അടിവാള വെച്ചാൽ വെട്ടിയത്. 10-13 ഉണ്ട് വെട്ടിയത്. അപ്പോൾ അങ്ങനെ എൻ്റെ കാല് മുറിക്കണമെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജ് ആസ്പത്രി കൊണ്ടുപോയി എൻ്റെ കാല് മുറിക്കണമെന്ന് പറഞ്ഞു. കാരണം അസ്ഥിക്കും തുടയും അറ്റുപോയതാണ്. അപ്പോൾ പിന്നെ ആൽബിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ് കാല് മുറിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ആൽബിൻ രഹസ്യമായിട്ട് തന്നെ ഡോക്ടറുടെ വീട്ടിൽ പോയി. സാമ്പത്തികപരമായ രീതിയിൽ ഡോക്ടറെ കൈകാര്യം ചെയ്ത് പിന്നെ എൻ്റെ കാല് മുറിക്കേണ്ടി വന്നു. എൻ്റെ ഒരു ആഗ്രഹം നന്മ ചെയ്ത് എൻ്റെ ആത്മീയപിതാവ് കുറ്റിക്കലച്ചൻ വിശുദ്ധനാകാം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആത്മീയപിതാവ് കുറ്റിക്കലച്ചൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നു. ഒരുപാട് നായികപ്രപഞ്ചൻ്റെ അനുഗ്രഹം. ബെന്നി പുന്നത്തറ ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എനിക്ക് മാസയൊക്കെ അടിച്ചു വരുമായിരുന്നു. ഞാൻ അവിടെ സാക്ഷ്യം പറയാൻ 1-2 പ്രാവശ്യം ചെന്നിട്ടുണ്ട്. ബെന്നി പുന്നത്തറ കണ്ടിട്ട് വർഷങ്ങളായി ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കണ്ടിട്ടില്ല. എനിക്ക് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എന്നെ വളർത്താനായിട്ട് ഒരുപാട് ശ്രമിച്ചാണ്. ഒരുപാട് കത്തൊക്കെ എഴുതിത്തരും. എനിക്ക് വായിക്കാൻ അറിയാമെങ്കിൽ എൻ്റെ കൂട്ടുകാരെ കൊണ്ടൊക്കെ വായിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതുപോലെ നായികപ്രപഞ്ചൻ, പനക്കലച്ചൻ, വട്ടാലച്ചൻ, ഇങ്ങനെ ഒരുപാട് പേര് എൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയുണ്ട്. ചങ്ങനാശ്ശേരി പെരുന്തോട്ടം പിതാവിൻ്റെ ഒരുപാട് അനുഗ്രഹമുണ്ട്. പുള്ളി എൻ്റെ സ്വന്തമായിട്ട് തന്നെ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിനെ സ്നേഹിക്കുന്നു. ആലപ്പുഴ പിതാവാണെങ്കിൽ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. എൻ്റെ മരിക്കുന്ന മുമ്പായിട്ട് നല്ലൊരു മരണം കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നല്ലൊരു ജീവിതം നയിച്ച് മരിക്കാൻ എന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു കുടിപ്പാൻ തന്നു. നഗ്നനായി തുടിപ്പിച്ചു. രോഗിയായി ശുശ്രൂഷിച്ചു. ഞാൻ കാലാകരവാസിയായി നിങ്ങളുടെ ഇടയ്ക്കൽ വന്നു. ഞാൻ കാലാകരത്തിൽ കിടക്കുന്ന വചനം പൂർത്തിയാവുന്നു. കാലാകരവാസി എന്നെ കാണാൻ പലരും വരുന്നു, പോകുന്നു, പ്രാർത്ഥിക്കുന്നു. അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നു. ഇതെൻ്റെ കഴിവല്ല, എന്നിൽ വഴി വസിക്കുന്ന ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.